ഹലോ നമസ്കാരം, താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് നോയമ്പില്ലാത്ത കാരണം അവർക്ക് കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. പിന്നെ ഞാൻ ഓറഞ്ചും മുന്തിരിയും വെച്ചിട്ട് ഒരു ജ്യൂസും കൂടിയും തയ്യാറാക്കുന്നുണ്ട്. പിന്നെ അത് ഞാൻ പൈനാപ്പിൾ ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചേക്കണം. അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ അതങ്ങനെ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ധാരാളം കഴിക്കണത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ചെമ്മീൻ ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ മസാല ഐറ്റംസ്, പിന്നെ ചെമ്മീൻ വേവിച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് മിൽമ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അത് നമ്മുടെ ഇഷ്ടം പോലെ എത്ര സ്പൂണാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് നമ്മൾ സ്പൈസസ് ഇട്ടിട്ട് അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ സവാള അരിഞ്ഞ് വെച്ചേക്കണത് ചേർത്ത് കൊടുക്കാം. സ്പൈസസ് പെരിഞ്ജീരകം, ബേ ലീഫ്, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ അതൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സവാളയും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അത് വഴന്ന് വരുമ്പോൾ തന്നെ ബാക്കിയുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മക്കൾ നോയമ്പില്ലാത്ത കാരണം അവർക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ നല്ല ചെമ്മീൻ കിട്ടിയപ്പോൾ ചെമ്മീൻ ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞിട്ട് മോളാണിത് വയ്ക്കണത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പച്ചമുളക് കൂടി ചേർത്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചൂടുകാലത്ത് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് നന്നായിട്ട് ഉപ്പുവെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് കഴുകിയെടുക്കണം. മുന്തിരിയൊക്കെ വാങ്ങുകയാണെങ്കിൽ മുന്തിരിയിലൊക്കെ നന്നായിട്ട് കീടനാശിനി തെളിച്ചേക്കണതാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് നമുക്ക് ഇരിക്കും. അപ്പോൾ നമ്മുടെ ഈ പൊടികളും കൂടി ഇട്ട് കൊടുക്കാം. ചെമ്മീനായ കാരണം നമ്മൾ കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടി ഇട്ടൊന്ന് വഴന്ന് കഴിഞ്ഞതിന് ശേഷം 2 തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വെന്ത് ഒന്ന് സോഫ്റ്റ് ആവണം. തക്കാളിയും സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉപ്പിൽ ഒഴിച്ച് വെച്ചേക്കണ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ വലിയ ചെമ്മീനാണ്. അപ്പോൾ അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ച് അതിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം മാറ്റി വെച്ചിട്ട് ചെമ്മീനാണ് ഇപ്പോൾ എടുത്ത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വെള്ളവും കൂടിയും ഈ ബിരിയാണിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഫ്ലേവറായിരിക്കും ഇതിന്. അപ്പോൾ ആ വെള്ളം കൂടി വെച്ചിട്ടപ്പോൾ ഞാൻ 2 കപ്പ് ജീരകശാല അരിയാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാകും. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ചോറ് കുഴഞ്ഞു പോകും. അപ്പോൾ പാകത്തിന് 3 കപ്പ് വെള്ളം മതിയാകും. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് ജീരകശാല അരി മറ്റേ അരിയുടെ അത്രയും വേവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വെള്ളം 3 കപ്പ് മതിയാവും. ആ 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. പിന്നെ ചെറുനാരങ്ങ ഒന്നും ഇതിൽ പിഴിയേണ്ട ആവശ്യമില്ല. ചെമ്മീനായ കാരണം ചെറുനാരങ്ങ ചേർക്കണില്ല. അപ്പോൾ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടിയും മിക്സ് ചെയ്ത് അതിൻ്റെ പാകത്തിനുള്ള 3 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയായിരുന്നെന്നാണ് മക്കൾ പറഞ്ഞത്. ചെമ്മീൻ വെള്ളം ഒഴിച്ചൊക്കെ ചെമ്മീൻ്റെ ഗ്രേവിയൊക്കെ ചെന്നേക്കണ കാരണം നല്ല ടേസ്റ്റായിരുന്നെന്ന് പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെയൊക്കെ മക്കൾക്കൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാവരും നോക്കുക. പിന്നെ ഞാനൊരു അപ്പോൾ നമ്മുടെ അടിപൊളി ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡിയാണ്. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് മീതെ ഇട്ട് കൊടുക്കാം. മല്ലിയില പുതിനയിലൊക്കെ ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇടണില്ല. അപ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞങ്ങളെടുത്തത്. അപ്പോൾ ഒട്ടും കുഴയാതെ നല്ല വിട്ട് കിടക്കണ നല്ല ചോറായിരുന്നു. അപ്പോൾ എന്നത്തെയും പോലെ ലൈക്ക് ചെയ്യണവർക്കും കമൻറ്റ് ചെയ്യണവർക്കൊക്കെ നന്ദിയുണ്ട്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം. നമുക്കിനി ഓറഞ്ചും
മുന്തിരിയും കൂടി ജ്യൂസ് അടിക്കാം. അപ്പോൾ ഓറഞ്ച് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതൊന്ന് അരിപ്പയിൽ വെച്ച് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് ഓറഞ്ച് അടിച്ച് ഉടനെ തന്നെ നമ്മൾ അത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതിന് കയ്പ്പ് വരും. ഈ ഓറഞ്ചിന് അധികം കയ്പ്പും പുളിയൊന്നും കൂടുതലില്ല. അപ്പോൾ ഞാൻ മുന്തിരി ഇത് മധുരമുള്ളതും കുരുവൊന്നുമില്ലാത്തതായ കാരണം ഞാനത് അരിഞ്ഞെടുത്ത് എടുക്കണത്. പിന്നെ ഈ ഓറഞ്ച് ജ്യൂസിലേക്ക് കുറച്ച് തേനും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുന്തിരി ചെറുതാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഞാൻ ഇതിലൊക്കെ ഒന്നും ചേർക്കണില്ല. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫ്രഷ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മുന്തിരി അരിഞ്ഞതും കൂടി നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസിലൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് മുന്തിരി നമ്മൾ ഇടുമ്പോൾ ഗ്ലാസിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ കോരിയാണ് കഴിക്കേണ്ടത്. സ്പൂണും കൊണ്ട് കോരി കോരി കഴിച്ചാൽ മതിയാകും. അപ്പോൾ ഓറഞ്ചിൻ്റെയും തേനിൻ്റെയൊക്കെ മധുരവും കൂടി ഉള്ള കാരണം, പിന്നെ മുന്തിരിക്കായാലും നല്ല മധുരമുള്ളതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ സിമ്പിളായിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല ജ്യൂസാണ്. അപ്പോൾ ഓറഞ്ചൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയാതെ ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ മക്കൾക്കും അത് ഇഷ്ടമായിരിക്കും. കുറച്ച് തേനോ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് കുടിച്ച് തീർക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഈ 2 റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.